പ്രത്യേകം ശ്രദ്ധിക്കുക. ഗാനമേളകൾ എന്നൊക്കെ പറഞ്ഞ് ഓടാൻ നിൽക്കേണ്ട. അതിൽ പറ്റുന്നതും പറ്റാത്തതുമുണ്ട്. മ്യൂസിക് ഇല്ലാതെ നല്ല പ്യൂർ നല്ല പാട്ടുകൾ, നല്ല രണ്ട് ചെറുപ്പക്കാരുടെ പാട്ട് പാടിയില്ലേ, എന്തൊരു മനോഹരം, എന്തൊരു മനോഹരം, നല്ല അർത്ഥമുള്ള പാട്ട്. ഒരു കുഴപ്പമില്ല, ചെറുപ്പക്കാരോടൊന്ന് പാടുകയാണ്, നല്ല പാട്ടാണ്, മ്യൂസിക് ഇല്ല, അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പാടുന്ന പാട്ടാണ്, ഒരു കുഴപ്പമില്ലല്ലോ. മ്യൂസിക് ഉപയോഗിക്കരുത്. പാട്ട് പാടുന്ന പെൺകുട്ടികളെ സ്റ്റേജിൽ കയറ്റരുത്. ഇസ്തിഹ്ലാലുൽ അഗാനി വൽ മആസിഫ്, പാട്ടുകളും മ്യൂസിക്കുകളും ഹലാലാണെന്ന് വരുത്തുന്നത്. അഗാനി മ്യൂസിക് ഉപയോഗിച്ചുള്ള പാട്ടുകൾ നമുക്ക് പാടില്ലാത്തതാണ്, ഹറാമാണ്, കുറ്റകരമാണ്. മആസിഫ് മ്യൂസിക് ഇൻസ്ട്രുമെന്റ് നമുക്ക് പാടില്ലാത്തതാണ്, അത് ഹറാമാണെന്നതിന് മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനത്തെ ഒരു സംഗതിയാണ്. അതിന് നല്ല മൗലിദ് പാട്ട് നിങ്ങൾ മ്യൂസിക് വെച്ച് വിട്ടാൽ അത് ഹറാമ് തന്നെയാണ്. ബുർദയുടെ പാട്ട് മൗലിദ് വെച്ച് അത് നിങ്ങൾ മ്യൂസിക് ചെയ്ത് വിട്ടു, ഹറാമാണ്, ഒരു സംശയമില്ല. നല്ല മാപ്പിളപ്പാട്ട് മ്യൂസിക് വെച്ച് വിട്ടു, അത് ഹറാമാണ്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഹലാലാക്കാൻ പറ്റൂ, അത് ഹറാമ് തന്നെ. അതിന്റെ ഒക്കെ അഡിക്ഷൻ വന്ന ആളുകൾ മെല്ലെ മെല്ലെ ഒഴിവാക്കി വിടും. അതിനൊക്കെ പകരം ഖുർആൻ കേൾക്കും. തങ്ങൾ പറഞ്ഞ ആ അടയാളം എന്തെന്നറിയോ? ഇതൊക്കെ ഹലാലാണെന്ന് പറയുന്ന ആളുകൾ വരും. അതിലേതെങ്കിലും ഒരു ഉസ്താദിന്റെ വേളുണ്ടാവും, ചിലപ്പോ കുഴപ്പമില്ല. അത് ദീനി പാട്ടാണെങ്കിൽ പിന്നെ പറ്റുമെന്നൊരു മസാല ഉണ്ട്, വെറുതെ പറയുന്നേ. ലയകൂനന്ന മിൻ ഉമ്മത്തി ഖൗമുൻ, എന്റെ സമൂഹത്തിൽ ഒരു വിഭാഗം വരാൻ പോകുന്നുണ്ട്. അഖ്വാം, ഒരു വിഭാഗം. യസ്തഹില്ലൂനൽ ഹിറ, വ്യഭിചാരം അവർ ഹലാലാണെന്ന് പറയും. വൽ ഹരീറ, പുരുഷന്മാർ പട്ടുവസ്ത്രം ധരിക്കുന്നത് ഹലാലാണെന്ന് വരുത്തും. വൽ ഖംറ, കള്ളു കുടിക്കുന്നത് ഹലാലാണെന്ന് പറയും. വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങളും ഹലാലാണെന്ന് പറയുന്ന സമുദായം ഖിയാമത്തിന്റെ മുമ്പ് വരാനുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം